ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, അദ്ദേഹത്തിൻ്റെ ചിന്തകളും ദർശനങ്ങളും എക്കാലത്തും പ്രസക്തമാണ്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇന്ത്യ രാജ്യത്ത് അംബേദ്കറിൻ്റെ ദർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാർലമെൻറ്റിൽ അംബേദ്കറിനെ ചൊല്ലിയുള്ള ചർച്ചകളും അംബേദ്കറിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവഹേളിച്ചുവെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഉള്ള കോലാഹലങ്ങളുമാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് അംബേദ്കർ ഇത്രമാത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതും അംബേദ്കറുടെ ചിന്തകൾ ഇന്ത്യ രാജ്യത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനതയെ സ്വാധീനിക്കുന്നതും? ആരായിരുന്നു അംബേദ്കർ? വിശ്വവിഖ്യാത പണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും വിജ്ഞാനവും ലോകത്തിലെ ഏത് യുഗപ്രതിഭകളോടും കിടപിടിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രസങ്കല്പം, അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ സങ്കല്പം, ഇതൊക്കെ മറ്റു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരിൽ നിന്നും വിഭിന്നമായിരുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും മനുഷ്യരെ പോലെ പരിഗണിച്ച് എല്ലാവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തിനെയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രക്രിയയാകണം ജനാധിപത്യമെന്ന് വിവക്ഷിച്ചിട്ടാണ് ഡോക്ടർ അംബേദ്കർ. ഒരു പ്രത്യേക വിഭാഗത്തിനെ പാർശ്വവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിനെ അകറ്റി നിർത്തിയത് കൊണ്ടോ ദളിത് ആദിവാസി വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ എന്ത് ജനാധിപത്യ പ്രക്രിയ ആണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു തീക്ഷ്ണമായ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അംബേദ്കർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രം പ്രാവർത്തികമാകണമെങ്കിൽ രാജ്യത്തെ അധികാരവർഗം മാറ്റങ്ങൾക്ക് വിധേയമാകണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. രാഷ്ട്രത്തിലെ അധികാരവർഗം മാത്രം മാറ്റത്തിന് വിധേയമായാൽ പോരാ, രാഷ്ട്രീയത്തിലെ അധികാര നിലപാടുകളും ആ നിലപാടുകളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സംഭവിക്കാതെ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. കാറൽ മാർക്സിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന ഫെർഡിനാൻഡ് ലാസലിനെ ഉദ്ധരിച്ചുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള ചോദ്യങ്ങൾ ശരിയുടേതല്ല, ശക്തിയുടേതാണെന്ന് അംബേദ്കർ വിശദീകരിക്കുകയുണ്ടായി പല ഘട്ടങ്ങളിലും. രാജ്യത്ത് നിലനിൽക്കുന്ന ശാക്തിക ചേരികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണത്. എല്ലാ വിഭാഗങ്ങൾക്കും അവകാശങ്ങൾ ഉറപ്പാക്കിയും അടിച്ചമർത്തപ്പെട്ടവരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടിയുള്ള ഉപാധികൾ ഉറപ്പാക്കിയും ശേഷം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. അത്തരമൊരാശയത്തിന് പ്രസക്തിയുള്ളൂ എന്ന് ജനാധിപത്യത്തിൽ അംബേദ്കർ വാദിച്ചു. മാറ്റി നിർത്തപ്പെട്ട ജനസാമാന്യത്തിന് അനുകൂലമായി അധികാര സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഫലപ്രദമായിട്ട് വിനിയോഗിച്ചാൽ അധികാരം ശക്തരുടെ കൈപ്പടിയിൽ ഒതുങ്ങുന്നതിനെ തടയാനാകും എന്നും അംബേദ്കർ നിരീക്ഷിച്ചു, അല്ലെങ്കിൽ അംബേദ്കർ തറപ്പിച്ചു പറഞ്ഞു. അത്തരത്തിലുള്ള വലിയൊരു കാഴ്ചപ്പാട് കൂടിയിട്ടുള്ളതായിരുന്നു അംബേദ്കറിന്റെ രാഷ്ട്രസങ്കല്പം. രാഷ്ട്രസങ്കല്പത്തിന് അംബേദ്കർ നൽകിയ സംഭാവനകൾ മനസ്സിലാകണമെങ്കിൽ ജാതി ഹിന്ദുക്കളുടെ രാഷ്ട്രസങ്കല്പത്തിലെ ബ്രാഹ്മണിസ്റ്റ് സിദ്ധാന്തങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എത്രയോ നൂറ്റാണ്ടുകളായി ബ്രാഹ്മണിസ്റ്റ് ഐഡിയോളജിയിൽ അല്ലെങ്കിൽ ബ്രാഹ്മണിസ്റ്റ് ഐഡിയോളജി ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള രാജ്യമാണ്. ആ ബ്രാഹ്മണിസത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ദിഷണാശാലിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രം പടുത്തുയർത്തുക, അങ്ങനെയുള്ള പടുത്തുയർത്തിലൂടെ ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പങ്കാളിത്തവും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉന്നതിക്കും സൃഷ്ടിപരമായ പ്രക്രിയയ്ക്കും വേണ്ടിയുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഈ ബ്രാഹ്മണിസം തുടച്ചു നീക്കപ്പെടണമെന്ന്
അംബേദ്കർ തറപ്പിച്ചു പറഞ്ഞു. പൗരത്വത്തെക്കുറിച്ചുള്ള അംബേദ്കറിന്റെ രാഷ്ട്രസങ്കല്പം അതിലും ഒത്തിരി മീതെയായിരുന്നു. അരിസ്റ്റോട്ടലിയൻ ജനാധിപത്യ മാതൃകയായിരുന്നു അദ്ദേഹം അതിൽ പിന്തുടരുന്നത്. വ്യക്തിക്ക് സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ മാത്രമല്ല, വ്യക്തിക്ക് നിയമനിർമ്മാണ പ്രക്രിയയിലും അവസരം നൽകണമെന്ന് അംബേദ്കർ വാദിച്ചു. നിയമങ്ങളെല്ലാം വ്യക്തിയുടെ ജീവിത വികസനത്തിന് ഉതകുന്ന വിധത്തിലായിരിക്കണം. രാജ്യത്തെ മാറ്റി നിർത്തപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിത്തം നൽകണമെന്ന് അംബേദ്കർ പറഞ്ഞു. നിർബന്ധപൂർവം അദ്ദേഹം അത് ആവശ്യപ്പെട്ടു. ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് അത്തരമൊരു അധികാരം പങ്കിട്ടാൽ മാത്രമേ നമുക്ക് ജനാധിപത്യ പ്രക്രിയയെ പൂർണ്ണമായിട്ട് അതിൻ്റെ ചൈതന്യവത്തായിട്ട് സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അംബേദ്കറിന് അറിയാം. പക്ഷെ ഇന്നും നിലനിൽക്കുന്ന ചോദ്യം, എല്ലാവരുടെയും പങ്കാളിത്തമുള്ള ഒരു ജനാധിപത്യമാണോ നമ്മുടെ രാജ്യത്തുള്ളത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അംബേദ്കർ ചോദിച്ചതിന്റെ പരിണിതഫലമാണ് ഇന്നും അംബേദ്കർ എന്ന പേര് കേട്ടാൽ ബ്രാഹ്മണിസ്റ്റ് തത്വശാസ്ത്രം മുറുകെ പിടിച്ചിട്ടുള്ള സംഘപരിവാറിന് കലിയിളകുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യമാണ് അംബേദ്കർ എന്നും കാക്ഷിച്ചതും അതിനുവേണ്ടി വാദിച്ചതും. അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പൂർണ്ണമായ പങ്കാളിത്തത്തോടുകൂടിയുള്ള ജനാധിപത്യ പ്രക്രിയയുടെ വികസനത്തിന് അടിവരയിട്ടുകൊണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചതും പ്രസംഗിച്ചതുമെല്ലാം. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പോയി അദ്ദേഹം ഗംഭീരമായ പ്രസംഗം നടത്തി. ലോകത്തിന് മുൻപാകെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ ഇവിടെ ഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രമല്ല, ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വട്ടമേശ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ലോകോത്തര പത്രങ്ങൾ മുഴുവൻ അംബേദ്കറിന്റെ പ്രസംഗം ഉദ്ധരിച്ചു. അംബേദ്കറിന്റെ ചിത്രങ്ങളടക്കമുള്ള വാർത്തകളായിരുന്നു ആ സമയങ്ങളിൽ ബ്രിട്ടനിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്നത്. അങ്ങനെ വിശ്വപ്രസിദ്ധി ആർച്ചു നിൽക്കുന്ന ആ സമ്മേളനത്തിൽ ആ പ്രസംഗം നടത്തിയ ഏതാണ്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സ്വന്തം പത്നിക്കൊരു കത്ത് എഴുതുന്നത്. ആ കത്ത് ഇങ്ങനെയായിരുന്നു: രമ, സുഖഭോഗങ്ങൾ, ആ സുഖിക്കാനുള്ള വസ്തുക്കൾക്ക് നമുക്ക് യാതൊരു അവകാശവുമില്ല. അത് നമ്മുടെ ജീവിതത്തിനൊരു പ്രയോജനവും ചെയ്യുകയില്ല. ഏതു മനുഷ്യനും സുഖഭോഗ വസ്തുക്കളിൽ മുഴുകാൻ കഴിയും. ലോകത്തിലെ മിക്കവാറും ആളുകൾ അത്തരം വസ്തുക്കളിൽ മുഴുകി ജീവിക്കുന്നു. അവരുടെ ജീവിതം അവിടെ തന്നെ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുകയാണ്. ഇത്തരക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. സുഖലോലുപതയുടെ മടിത്തട്ടിൽ ജീവിക്കുമ്പോൾ അന്യന്റെ വേദന ഉൾക്കൊള്ളുവാനോ അന്യന്റെ കണ്ണുനീര് കാണുവാനോ ഉള്ള ഒരു മാനസികാവസ്ഥ ലോകത്തിലെ ബഹുഭൂരിഭാഗം ജനതയ്ക്കും ഉണ്ടാകുന്നില്ല. രമ, നമുക്ക് അത്തരമൊരു ജീവിതം സ്വപ്നം കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അത് കാണുകയും വേണ്ട. നമുക്ക് ദുഃഖമല്ലാതെ മറ്റൊന്നും സ്വന്തമായിട്ടില്ല. ഞാൻ നമുക്ക് എന്ന് പറയുമ്പോൾ കോടാനുകൂടി വരുന്ന ദരിദ്രരും പട്ടിണി കിടക്കുന്ന, വിശപ്പടക്കാൻ കഴിയാത്ത, കിടപ്പാടമില്ലാത്ത, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, ജാതി വ്യവസ്ഥയുടെ ഭീകരമായിട്ടുള്ള കരാളഹസ്തങ്ങളുടെ ക്രൂരമായിട്ടുള്ള ദ്രോഹ നടപടികൾക്ക് വിധേയമായിട്ട് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ടുകളും അവരുടെ യാതനകളും എന്നെങ്കിലും വിട്ടുമാറും. അപ്പോൾ നമ്മൾ മാത്രമായിട്ടാണ് സ്വന്തമായിട്ടുള്ളത്. നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തിനെ പുതിയ സൃഷ്ടിയുടെ പാത തുറന്ന് വെട്ടി മുന്നേറണം. നമ്മുടെ ജീവിതത്തിൻ്റെ പാതയിൽ നമ്മുടേതായിട്ടുള്ള സൂര്യ വെളിച്ചം വാരി വിതരണം. അചഞ്ചലമായ ആത്മവിശ്വാസത്തോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി നമ്മൾ മുന്നേറണം. നിരാശനായി ചുറ്റും നോക്കുമ്പോൾ നിരാശ ബാധിച്ച ജനസമൂഹത്തെ കാണുമ്പോഴും ആ നിരാശയും ദൈന്യവും എൻ്റെ മനസ്സിനെ ബാധിക്കുമെങ്കിലും ഈ സൂര്യപ്രകാശം വിതറാനുള്ള ഒരു അർപ്പണബോധം നമ്മളിൽ ഉണ്ടാകണം. നമുക്ക് ചുറ്റും, നമ്മുടെ ജനതയ്ക്ക് ചുറ്റും എപ്പോഴും ഇരുട്ട് മാത്രമാണ്. സങ്കടത്തിൻ്റെ പെരുങ്കടലാണ്.
എന്നാണ് അവരെ ഒന്ന് മോചിപ്പിക്കുക. കീഴാളവർഗത്തിന്റെ മുന്നേറ്റത്തിന്റെ മോചനത്തിനും വേണ്ടിയുള്ള പോരാട്ടമല്ലേ ജീവിതം? അതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ എടുക്കാൻ പോകുന്ന നിലപാട്. ഇതായിരുന്നു ആ വരികൾ. ഇതൊരു നിരാശനായിട്ടുള്ള, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരാൾ എഴുതിയ കത്തല്ല. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ തന്റെ സുപ്രസിദ്ധമായ പ്രസംഗം നടത്തിയിട്ട് ലോകമാകമാനം പ്രസിദ്ധനായി തീർന്ന ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ തന്റെ ജീവിതത്തിന്റെ നൈരാശ്യവും പട്ടിണിയും ദുരിതവും തന്റെ ഭാര്യയ്ക്കും തനിക്കുമുള്ള പട്ടിണിയുമൊക്കെ പങ്കുവഹിച്ചുകൊണ്ട് എഴുതിയ കത്ത്, ഒരു ലോക ജനതയുടെ മുഴുവൻ ബുദ്ധിമുട്ട് ആ കത്ത് ശ്വാസം അടക്കിപ്പിടിച്ചല്ലാതെ വായിച്ചു തീർക്കാൻ പറ്റുകയില്ല. ഡോക്ടർ അംബേദ്കർ അന്നേ നിലപാടെടുത്തു, വളരെ ചെറുപ്പത്തിൽ തന്നെ. അടിസ്ഥാന വിഭാഗത്തിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് തന്റെ ജീവിതം എന്നുള്ളത്. എന്നാൽ ആരായിരുന്നു ആ സമയത്തും ഡോക്ടർ അംബേദ്കർ? മറുവശം നോക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മറ്റൊരു വശം നോക്കുമ്പോൾ, അക്കാലത്തും ഇക്കാലത്തും കിട്ടാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുടെ വക്താവായിരുന്നു അദ്ദേഹം. ലോകോത്തര വിദ്യാഭ്യാസ സർവകലാശാലകളിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 32ഓളം ഡിഗ്രികളും ബിരുദാനന്തര ബിരുദങ്ങളും PhD ബിരുദവുമാണ് അദ്ദേഹം നേടിയിരുന്നത്. അസാമാന്യമായ ദൈക്ഷണിക പ്രതിഭ. ആ വിദ്യാഭ്യാസം നേടിയിട്ടും ലോകവിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായിട്ട് നിലനിന്നപ്പോഴും അദ്ദേഹം പട്ടിണിയും പരിവട്ടവും അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോഴും അതൊരു ജനതയുടെ പ്രശ്നമായിട്ട് അദ്ദേഹം അതിനെ കണ്ടു. മഹാഭൂരിഭാഗം വരുന്ന ജനതയുടെ പ്രശ്നമായിരുന്നു ആ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം. കൊളംബിയ സർവകലാശാലയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നും PhD ബിരുദം അദ്ദേഹം കൈവശപ്പെടുത്തിയെന്ന് എല്ലാവർക്കും അറിയാം. ബോംബെയിലെ എൽഫിൻസ്റ്റൺ കോളേജിൽ നിന്ന്, സിഡ്നൈൻ കോളേജിൽ നിന്ന്, ബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ലണ്ടനിലെ ഗ്രേ ഇൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ എത്രയെത്ര ബിരുദങ്ങൾ അദ്ദേഹം നേടി. ലോ ബിരുദം, എക്കണോമിക്സിൽ ഡോക്ടറേറ്റ്, ഡോക്ടർ ഓഫ് സയൻസ്, അങ്ങനെ എത്രയെത്ര 32ഓളം ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും PhDയും നേടിയിട്ടുള്ള അസാമാന്യമായ വൈജ്ഞാനിക പ്രതിഭ ആയിരുന്നു ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ആ കാലഘട്ടത്തിൽ മറ്റൊരു സംഭവം ഉടലെടുക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ അണിനിരക്കുന്നു. ഗാന്ധിയുടെ അസാമാന്യമായിട്ടുള്ള നേതൃത്വം, ഗാന്ധി ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന നേതാവ്. പക്ഷെ കോൺഗ്രസിന്റെ അകത്ത് അംബേദ്കർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ചർച്ചയ്ക്ക് വിധേയമാവുകയുണ്ടായി. ഗാന്ധിയും അംബേദ്കറും തമ്മിൽ നിരന്തരമായ ചർച്ചകൾ നടന്നു. 1920കളുടെ മധ്യം കഴിഞ്ഞതോടുകൂടി ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഗാന്ധിജിയോടായിരുന്നു ചർച്ചകൾ മുഴുവൻ നടത്തിയിരുന്നത്. ഗാന്ധിജിയുടെ സർവതോന്മുഖമായ നേതൃത്വമായിരുന്നു രാജ്യം മുഴുവൻ നിലനിന്നത്. ആ സാഹചര്യം സങ്കീർണതകളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞതായിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ അംബേദ്കറിന്റെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ മൊത്തം ലക്ഷ്യത്തിൽ നിന്ന് വിഭിന്നമായ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാകുമ്പോൾ അംബേദ്കർ സാമ്രാജ്യത്വത്തിന്റെ വക്താക്കളുമായി നേരിട്ട് സംവദിക്കാൻ തുടങ്ങി. സൈമൺ കമ്മീഷന്റെ കാലഘട്ടത്തിലായാലും, യൂണിവേഴ്സിറ്റി പരിഷ്കരണ ബില്ലിന്റെ കാലഘട്ടത്തിലായാലും, സ്റ്റെമർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേലിലായാലും അംബേദ്കർ നേരിട്ടുള്ള ചർച്ചകൾ നടത്തി. അങ്ങനെയുള്ള ദൈക്ഷണിക ചൈതന്യത്തോടുകൂടി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ മുന്നേറാൻ തുടങ്ങി. ഗാന്ധിജിയുടെ നേതൃത്വം എല്ലാവിധ അപ്രമാദിത്വത്തോടും കൂടി നിലനിന്ന സമയത്ത് ഡോക്ടർ അംബേദ്കറിന്റെ സംബന്ധിച്ചിടത്തോളം അത് പല വെല്ലുവിളികളും ഉയർത്തി. അദ്ദേഹം നിലനിന്നത് അധസ്ഥിത ജനവിഭാഗത്തിന്റെ വിമോചനത്തിനായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനവും, മഹാത്മാഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനവും, നിയമലംഘന പ്രസ്ഥാനവും എന്നിങ്ങനെ നിരന്തരമായ മുഖ്യധാരാ സമരങ്ങളെ രാഷ്ട്രീയമായും
അയിത്തോചാടനം പോലെയുള്ള ഉച്ചനീചത്വത്തിനെതിരായ സമരം പോലെയുള്ള പ്രശ്നങ്ങളെ മതപരിഷ്കരണങ്ങളുമായും വ്യാഖ്യാനിക്കുന്ന സമീപനം ഗാന്ധി സ്വീകരിച്ചതോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവുമായിട്ടുള്ള നേരിട്ടുള്ള വീക്ഷണങ്ങൾക്കുള്ള സ്വീകാര്യത അംബേദ്കറുടെ വേദിയിൽ ചുരുങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അംബേദ്കർ സ്വമേധയാ സാമ്രാജ്യത്വ ശക്തികളുമായി നേരത്തെ പറഞ്ഞ ചർച്ചകൾ ആരംഭിച്ചത്. അപ്പൊ അംബേദ്കർക്ക് അത്രമാത്രം നേതൃത്വം ഉള്ള സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകളായിരുന്നു, അദ്ദേഹത്തിന്റെ അസന്നിഗ്ധമായിട്ടുള്ള ബുദ്ധിവൈഭവമായിരുന്നു, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തത്വചിന്താപരമായിട്ടുള്ള ദർശനങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകൾ വിപുലമായ ജനാധിപത്യ പിന്തുണ നേടി. കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് പലപ്പോഴും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചപ്പോഴും രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അധകൃത വിഭാഗങ്ങൾ അംബേദ്കറിനോടൊപ്പം അണിചേർന്നു. 1919 വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അംബേദ്കറുടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്ന സമയത്തും നിശ്ചയദാർഢ്യമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ആ സമയത്ത് അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ബഹിഷ്കൃത് ഹിതകാരിണി എന്ന സംഘടന. ആ സഭയുടെ രൂപവത്കരണം 1924 പിന്നീടുള്ള പല പ്രക്ഷോഭങ്ങളും ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതിന് വളരെ മുൻപ് തന്നെ ജാതി വ്യവസ്ഥ ഒരു ജ്ഞാന വിഷയമായി അദ്ദേഹം തിരഞ്ഞെടുത്തു. 1916 കാസ്റ്റ് ഇൻ ഇന്ത്യ, ദർ മെക്കാനിസം, ജെനിസിസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന വിഖ്യാതമായ പ്രബന്ധം അദ്ദേഹം എഴുതുന്നത്. ദ കാസ്റ്റ് ഇൻ ഇന്ത്യ, ദർ മെക്കാനിസം, ദ ജെനിസിസ് ആൻഡ് ദ ഡെവലപ്മെന്റ്. കൊളംബിയ സർവകലാശാലയിലെ സെമിനാറിന് എഴുതിയ പ്രബന്ധം പിന്നീട് ഇന്ത്യൻ ആന്റിക്വിറ്റിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ പല തലങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ജ്ഞാനസിദ്ധാന്തപരമായും രീതിപരമായും ഒരടിസ്ഥാനം നൽകുന്നത് അംബേദ്കറാണ്. കേവലം അക്കാദമിക് നരവംശ ശാസ്ത്ര കൗതുകത്തിന് പുറത്ത് അധിനിവേശക്കാരുടെ പൗരസ്ത്യവാദ നിർണയവാദങ്ങൾ നിരാകരിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന വലിയ ശ്രമത്തിൻ്റെ എപ്പിസ്റ്റോമോളജിക്കൽ അല്ലെങ്കിൽ ഓണ്ടോളജിക്കൽ ആക്ടിവിസം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഈ സൈദ്ധാന്തിക ആക്ടിവിസത്തിന് ജാതി വ്യവസ്ഥയുടെ വിമർശനത്തിനുള്ള പ്രാധാന്യത്തിന് ഊന്നൽ നൽകി എന്നതാണ്. ദാർശനികമായും ചരിത്രപരമായും ഇതിനെ സമീപിച്ചുകൊണ്ട് മാത്രമേ ജാതിയുടെ ചാതുർവർണ്ണത്തിനെയും ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാന ശിലകൾ ഇളക്കി മാറ്റാനുള്ള രാഷ്ട്രീയത്തിന് വിത്തുപാകാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതിന്നും പ്രസക്തമാണ്. ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ സാധാരണ സമര സമ്പ്രദായങ്ങളെ കൊണ്ട് സാധ്യമല്ല. ആ അസന്നിഗ്ധമായ സമരങ്ങൾ, നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള സമരമാണ് ചാതുർവർണ്ണ പ്രത്യയശാസ്ത്രത്തിനെതിരെ, ഫാസിസത്തിനെതിരെ ഈ കാലഘട്ടത്തിലും ഉണ്ടാകേണ്ടത്. അതിൻ്റെ പ്രചോദക ശക്തി അംബേദ്കറാണ്. ജാതി എങ്ങനെ ഉണ്ടാകുന്നു, ജാതിയുടെ അടിവേരെങ്ങനെ, ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടായി, അടിമത്വ മനോഭാവം എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് അദ്ദേഹം ഭാര്യ രമയ്ക്ക് എഴുതുന്ന കത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഈ വരികൾ പറയുന്നു: എങ്ങനെയാണ് ഈ അടിമത്തം പൊട്ടിപ്പുറപ്പെടുന്നത് രമ? ഈ മാനസിക അടിമത്തത്തിൻ്റെ ഏറ്റവും വലിയ നിസ്സംഗതയുടെ, ഏറ്റവും വലിയ നിശബ്ദതയുടെ ഒരു പ്രതീകമായി മനുഷ്യൻ മാറുന്നത് എങ്ങനെയെന്ന് ഗഹനമായി ചിന്തിച്ചുകൊണ്ടേ അതിനെ പഠിക്കാൻ പറ്റുകയുള്ളൂ എന്ന് തന്റെ സഹധർമ്മിണിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. വേദകാലം മുതൽ ഇതിഹാസ പുരാണകാലം വരെയുള്ള ദാർശനിക പ്രായോഗിക വ്യവഹാരങ്ങളുടെ അതിസങ്കീർണമായ ഒരു സമുച്ചയം ചാതുർവർണ്ണത്തിന്റെ നിർമ്മിതിയെയും നിലനിൽപ്പിനെയും നിർണയിച്ചിട്ടുണ്ട് എന്ന് അംബേദ്കർ പറഞ്ഞു. അതിൻ്റെ ആന്തരികമായ പരസ്പര വൈരുദ്ധ്യങ്ങളെ, സംഘർഷങ്ങളെ ദൈവശാസ്ത്രത്തിന്റെ പരിരക്ഷയുള്ള ശ്രേണിയിൽ ഉറപ്പിച്ചു നിർത്തി
നിർത്തിയതാണ് ചാതുർവർണ്ണ്യം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ദാർശനിക സമീപനത്തിന് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ആക്രമിക്കാൻ കഴിയാത്ത വിധം ശക്തമായൊരു ദൈവശാസ്ത്ര കവചമാണ് അതിന് അവരണിയിച്ചൊരുക്കിയത്. ഈ മേലക്കിടയിലുള്ള ജാതി വർണ്ണ വ്യവസ്ഥതയുടെ വക്താക്കൾ ആ ദൈവശാസ്ത്രത്തെ ചോദ്യം ചെയ്യാതെ ചാതുർവർണ്ണത്തിന്റെ യുക്തിയെ വെല്ലുവിളിക്കാൻ കഴിയുമായിരുന്നില്ല. ആ വലിയ വെല്ലുവിളിയാണ് ഇന്ത്യാ ചരിത്രത്തിൽ ആദ്യമായി അംബേദ്കർ തന്റെ യുവത്വത്തിൽ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ജാതിയെ വർഗമായി സമീകരിക്കാൻ കഴിയാത്ത സംവർഗമായി അദ്ദേഹം തന്റെ ബൗദ്ധിക ആക്ടിവിസത്തിന്റെ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയുന്നുണ്ട്. വർഗമെന്ന പരികൽപ്പനയെ സ്വീകരിച്ചുകൊണ്ടും അതിന്റെ സാമ്പത്തിക നിർവചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടും ജാതിയെ അടച്ചുകെട്ടപ്പെട്ട ഒരു വർഗമായി എ കാസ്റ്റ് ഈസ് എൻ എൻക്ലോസ്ഡ് ക്ലാസ്. എ കാസ്റ്റ് ഈസ് എൻ എൻക്ലോസ്ഡ് ക്ലാസ് അത് കണ്ടെത്തുകയുമാണ് അദ്ദേഹം ചെയ്തത്. ബ്രാഹ്മണൻ ആദ്യം സ്വയം അടച്ചുകെട്ടുകയും പിന്നീട് മറ്റുള്ളവരെ ആ സമീപനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് എന്ന ആശയാണ് അംബേദ്കർ തന്റെ നിഗമനമായി അവതരിപ്പിക്കുന്നത്. ജാതി വ്യവസ്ഥതയുടെ ഉൾക്കാഴ്ചയിലേക്ക് അന്യാദൃശ്യമായിട്ടുള്ള സൂക്ഷ്മ നിരീക്ഷണ പാഠവുമാണ് അംബേദ്കർ നടത്തുന്നത്. ബ്രാഹ്മണ്യം എപ്പോഴും ചെയ്തത് ഒരു അടച്ചുകെട്ടപ്പെട്ട ചട്ടക്കൂടുണ്ടാക്കി തങ്ങൾ പറയുന്ന കൽപ്പനകളെയും തങ്ങൾക്കറിയുന്ന ആജ്ഞകളെയും മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുക. കൽപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവർ മാത്രമാണ് തങ്ങൾ. കൽപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് തങ്ങൾ. തങ്ങൾ കൽപ്പിക്കുന്നതെല്ലാം മറ്റുള്ളവർ അനുസരിക്കുക. ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അതിൻ്റെ അപ്പുറത്തുള്ള തൊട്ടുകൂടാത്തവരും ഏറ്റവും മതകൃതരുമെല്ലാം തങ്ങളുടെ ആജ്ഞാനുവർത്തികളായി കഴിയണമെന്ന് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുന്ന വികൃതമായ ഈ ബ്രാഹ്മണിസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയെ അംബേദ്കർ നഖശിഖാന്തം എതിർത്തു. അംബേദ്കറുടെ വീക്ഷണത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ വീക്ഷണം മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന വർണ്ണവ്യവസ്ഥതയുടെ ആത്യന്തികമായ മനുഷ്യവിരുദ്ധത നിലനിൽക്കുന്നിടത്തോളം കാലം അധസ്ഥത വിമോചനം അസാധ്യമായിരിക്കുമെന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ബ്രാഹ്മണ്യം പ്രകടിപ്പിക്കുന്ന മനുഷ്യവിരുദ്ധത, മറ്റു വിഭാഗങ്ങളോട് കാണിക്കുന്ന ക്രൂരത, മറ്റു വിഭാഗങ്ങളെ കാണിക്കുന്ന ഉപദ്രവങ്ങൾ, തൊട്ടുകൂടായ്മയും ഉച്ചനീചത്വങ്ങളും ഇതെല്ലാം അടങ്ങുന്ന ഭീകരമായിട്ടുള്ള മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അതെല്ലാം വർണ്ണവ്യവസ്ഥതയുടെ ആത്യന്തികമായിട്ടുള്ള ഫലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ ഇല്ലായ്മ ചെയ്യാതല്ലാതെ ഈ സാധാരണ അധകൃത ജനവിഭാഗങ്ങളുടെ മോചനം സാധ്യമല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ കാഴ്ചപ്പാട് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, മനുസ്മൃതി, ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഹിന്ദു ദൈവശാസ്ത്ര വ്യവഹാരങ്ങളിൽ കൂടി ഒരു വശത്ത് ചാതുർവർണ്ണ വ്യവസ്ഥതയുടെ തൊഴിൽ വിഭജനം പരസ്പര ധാരണയോടുകൂടി അംഗീകരിച്ചു കഴിയുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വിഭാഗങ്ങളും മറുവശത്ത് ആ വ്യവസ്ഥതയ്ക്ക് പുറത്ത് ബഹിഷ്കൃതനും തൊട്ടുകൂടാത്തവനുമായി എന്നാൽ അതിൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ച് മാത്രം ജീവിക്കാൻ അനുവദിക്കപ്പെട്ടവരുമായിട്ടുള്ള ദളിത് ജനവിഭാഗങ്ങളും അടങ്ങുന്ന ഒരു ജാതി വ്യവസ്ഥയ്ക്ക് സഹസ്രാബ്ദങ്ങളോളം സാധൂകരണം നൽകിയെന്ന തീക്ഷ്ണമായ കണ്ടെത്തലായിരുന്നു. ആ കണ്ടെത്തലിൽ നൽകിയെന്ന തീക്ഷ്ണമായ കണ്ടെത്തൽ ആ ദുർവ്യവഹാര മണ്ഡലത്തെയാകെ പുനഃപരിശോധനയ്ക്ക്, ബൗദ്ധിക ജ്ഞാനശാസ്ത്ര ആക്ടിവിസത്തിന് അംബേദ്കറിനെ പ്രേരിപ്പിച്ചു. ആ പ്രേരണയാണ് ഇതിന്റെ അടിസ്ഥാനമെന്ത്, ഇതിന്റെ വേരുകൾ എവിടെ കിടക്കുന്നു, ഈ ചാതുർവർണ്ണ്യം എങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു, അതിന്റെ ഭീകരമായിട്ടുള്ള ദുഷ്ചെയ്തികളുടെ ഉപജ്ഞാതാക്കൾ എന്തെല്ലാമാണെന്ന ഗഹനമായ അന്വേഷണത്തിന്റെ ആ ഗഹനമായിട്ടുള്ള അന്വേഷണ യാത്രയിൽ അംബേദ്കർ
തൻ്റെ ആ യാത്രയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാക്കി മാറ്റി. അത് കേവലമായ രോഷപ്രകടനമായിരുന്നില്ല. ഒരു മഹാസത്യാഗ്രഹത്തിന്റെ ഭാഗമായി അദ്ദേഹം മനുസ്മൃതി കത്തിക്കുന്നു. ആ പ്രക്രിയ അയിത്തവിരുദ്ധ സമരങ്ങളുടെയും മറ്റ് വിമോചന പോരാട്ടങ്ങളുടെ സമരങ്ങളുടെയും ഫലമായിട്ടുള്ള ഒരു സ്വാഭാവിക പരിണതിയായിരുന്നു. ബ്രാഹ്മണ്യവർണ്ണ വ്യവസ്ഥതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപുസ്തകമായി വാഴ്ത്തപ്പെട്ടിരുന്ന മനുസ്മൃതി പ്രതീകാത്മകമായി അദ്ദേഹം കത്തിച്ചു. എങ്ങനെ? 6 ഇഞ്ച് ആഴത്തിലും 1.5 അടി നീളത്തിലും വീതിയിലും ഒരു കുഴി കുഴിച്ച് ചന്ദനമുട്ടിയിട്ട് അനുഷ്ഠാനപരമായി മനുസ്മൃതി കത്തിക്കുമ്പോൾ ആ പ്രതീക സമരത്തിന്റെ ആശയം സംഗ്രഹിക്കുന്ന 3 ബാനറുകൾ അതിന് ചുറ്റുമായിട്ട് അദ്ദേഹം ഉയർത്തി. ഒരു ബാനറിൽ എഴുതി മനുസ്മൃതിയുടെ ശ്മശാനം, മറ്റൊന്നിൽ എഴുതി തൊട്ടുകൂടായ്മയുടെ നശീകരണം, വേറൊന്നിലെഴുതി ബ്രാഹ്മണ്യത്തിന്റെ ശവമടക്ക്. അത്രമാത്രം ധിരോദാത്തത പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ വരേണ്യവർഗത്തിനെ, ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന്റെ അപ്പോസ്തലന്മാരെയും അധികാരവർഗത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ആ മനുസ്മൃതി കത്തിച്ചു. എന്നാൽ ഏറ്റവും വിധ്വംസകമായി ആ കർമ്മത്തിന് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രസക്തി ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടി അംബേദ്കർ ചെയ്തു. മനുസ്മൃതിയെ അഗ്നിക്കിരയാക്കി നശിപ്പിക്കാൻ കുഴികുത്തിയ സമരപ്പന്തലിൽ ഒരേ ഒരു വ്യക്തിയുടെ ചിത്രമേ ഇതിന് സാക്ഷിയാകാൻ അദ്ദേഹം തൂക്കിയിട്ടിരുന്നുള്ളൂ, മഹാത്മാഗാന്ധിജിയുടെ. അതിന്റെ അർത്ഥം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുള്ള ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇതെല്ലാം നമ്മുടെ സ്മരണകളിലേക്ക് ഓടി വരും. ഒരു പ്രൊഫഷണൽ ചരിത്രകാരനായിരുന്നില്ല എങ്കിലും ഇന്ത്യയിലെ അവർണ്ണ രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ കരുത്ത് പകർന്നു ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഇന്ത്യ ചരിത്ര രചനയിലെ ബ്രാഹ്മണ്യധാരകളോട് എന്നും കലഹിച്ചു അദ്ദേഹം. ത്രൈവർണികരെക്കുറിച്ച്, ശൂദ്രരെക്കുറിച്ച്, വേദകാല സംസ്കൃതികളെക്കുറിച്ച്, ബുദ്ധമതത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച്, അതിന്റെ നിലനിൽപ്പിനെക്കുറിച്ച്, സമകാല ചാതുർവർണ്ണത്തിന്റെ ഭീകരതകളെക്കുറിച്ച്, അതിന്റെ സ്വഭാവത്തെയും ഘടനകളെയും കുറിച്ച്, പുരാണങ്ങളെയും ഇതിഹാസങ്ങളുടെയും പ്രതിലോമ സാംസ്കാരിക ചിന്തകളെക്കുറിച്ച്, തൊട്ടുകൂടായ്മയുടെ യഥാർത്ഥ ചരിത്ര പരിണാമങ്ങളെക്കുറിച്ച്, അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച്, ബ്രാഹ്മണ്യ വ്യവസ്ഥതയുടെ ചരിത്രപരമായ അസ്തിത്വത്തെക്കുറിച്ച്, ബ്രാഹ്മണ്യമതം എന്ന നിലയിലുള്ള ഹിന്ദുമതത്തിന്റെ എല്ലാ രൂപങ്ങളുടെയും മനുഷ്യവിരുദ്ധതയെക്കുറിച്ച് വിപുലമായ ബദൽ ചരിത്ര നിർമ്മിച്ചുകൊണ്ട് അംബേദ്കർ തന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ലെജിറ്റിമസി തേടുന്നത് എന്ന കാര്യം അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ്. ഇതാണ് സംഘപരിവാർ ശക്തികളെ ഇപ്പോഴും രോഷാകുലരാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ ഭരണാധികാരികൾ ഭരണഘടനാ ശില്പിയെ അവഹേളിച്ചുകൊണ്ട് പാർലമെന്റിൽ പ്രസംഗിച്ചത് 4-5 ദിവസം മുമ്പേ. അംബേദ്കർ എല്ലാവരുടെയും പേടി സ്വപ്നമാണ്. അംബേദ്കർ മനുഷ്യന്മാരുടെ വിമോചക മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥതയ്ക്കെതിരെ പോരാട്ടം നടത്തിയിട്ടുള്ള, ബ്രാഹ്മണ്യത്തിന്റെ ആധിപത്യത്തിനെതിരെ, അധിനിവേശ സംസ്കാരത്തിനെതിരെ, അധിനിവേശാധിപത്യത്തിനെതിരെ പോരാട്ടം നടത്തിയിട്ടുള്ള അസാമാന്യമായിട്ടുള്ള വിമോചന നായകനാണ്. ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പോരാട്ടത്തിൽ അംബേദ്കർ നൽകിയിട്ടുള്ള ദർശനത്തെക്കാൾ വലിയ ഉൾക്കാഴ്ച നൽകുന്ന മറ്റൊരു ദർശനമില്ല. മഹാസ്രോതസ്സാണ് അംബേദ്കറിന്റെ ചിന്തകൾ. ഹിന്ദുത്വത്തിനെതിരെ പോരാടാൻ, ഹിന്ദുത്വവാദത്തെ ഏതൊരു ആദർശത്തിന്റെ ഹിന്ദുമതത്തിൽ നിന്ന് വേർതിരിച്ച് കാണാൻ കഴിയുമെന്നും ഹിന്ദുത്വമതത്തിനെ ഏതോ ഒരു ആദർശ ഹിന്ദുമതത്തിന്റെ നിന്ന് വേർതിരിച്ചു കാണാൻ കഴിയുമെന്നും അതിനെ മാത്രമായി വിമർശിക്കാൻ കഴിയുമെന്നും ഉള്ള ഒരു വാദഗതി ലിബറൽ ഹിന്ദു വക്താക്കൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ആ ലിബറൽ വാദമാണ് മൃദു ഹിന്ദു സമീപനത്തിന്റെ അടിത്തറയായിട്ട് പരിണമിക്കുന്നത്. അംബേദ്കർ ആ കാപട്യത്തോട് എപ്പോഴും എതിർത്തു സംസാരിച്ചു. ഹിന്ദുത്വം എപ്പോഴും യഥാർത്ഥ ഹിന്ദുമത ദർശനങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നു. അതാണ് ഹിന്ദുത്വത്തിന്റെ പ്രക്രിയകളെയും ചിന്തകളെയും മാത്രം വിമർശിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥ ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയെ പരിപൂർണമായി നിഷേധിക്കണം, അതിനെതിരെ പ്രതിരോധിക്കണമെന്ന വാദമാണ് അംബേദ്കർ ഉയർത്തിയത്. അതിനേക്കാൾ ഉപരി അംബേദ്കർ അധിനിവേശ വിരുദ്ധവും എന്നാൽ കേവല ദേശീയതയുടെ വിഭാഗീയ രാഷ്ട്രീയത്തിന് നഷ്ടപ്പെടാത്തതും വഴിപ്പെടാത്തതുമായ ഒരു നീതി രാഷ്ട്രീയം സമകാല ഏഷ്യൻ, പസഫിക്, ലാറ്റിൻ അമേരിക്കൻ ചിന്തകരെ പോലെ സ്വതന്ത്രമായി അംബേദ്കർ വികസിപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിത സ്വാതന്ത്ര്യ നീതിശാസ്ത്ര ജ്ഞാനശാസ്ത്ര സങ്കല്പത്തിലേക്കുള്ള വഴിയിലെ ഊന്നലുകളായിരുന്നു അത്. അംബേദ്കർ എന്ന ആഗോള ദാർശനികൻ ആ അർത്ഥത്തിൽ ലോകത്തിന്റെ മുൻപേ നടന്നു. മനുഷ്യകുലത്തിന്റെ നീതിക്ക് വേണ്ടി, മനുഷ്യകുലത്തിന്റെ നീതി, സമത്വം, സാഹോദര്യം എന്ന ലക്ഷ്യത്തിന് വേണ്ടി. ജാതിയുടെ ഉന്മൂലനം, ദ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന കൃതി അംബേദ്കർ രചിക്കാനിടയായിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. ജാട്ട്പട്ട് തോടാക് മണ്ഡലന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ തയ്യാറാക്കിയതും അതിലെ വേദങ്ങളിൽ നിന്നുള്ള ചില ഉദ്ധരണികൾ സംഘാടകരുടെ എതിർപ്പിനെ തുടർന്ന് അവതരിപ്പിക്കാൻ പറ്റാത്തതുമായ സാഹചര്യത്തിൽ ആ ഉദ്ധരണികൾ മാറ്റിയാൽ പ്രസംഗിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അംബേദ്കർ ആ ക്ഷണം നിരാകരിച്ചു. അവിടെ ഒന്നും പ്രസംഗിക്കുകയോ ഈ രേഖ അവതരിപ്പിക്കുകയോ ചെയ്തില്ല. ആ സമ്മേളനം പോലും റദ്ദാക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം സ്വന്തം നേതൃത്വത്തിൽ ഈ പുസ്തകം, ഈ രേഖ ഡോക്യുമെന്റായി പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തെ മഹാത്മാഗാന്ധി ഹരിജൻ ദിനപത്രത്തിൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഗാന്ധി അതിൽ ചിലപ്പോൾ ഒരു പരിഹാസ രൂപേണ എന്ന് തോന്നിയേക്കാം. ആ പുസ്തകത്തെക്കുറിച്ച് പറയുന്ന അംബേദ്കറെ മറന്നുപോവാൻ അനുവദിക്കാതിരിക്കാനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന്. ആ പുസ്തകത്തിന് അന്ന് വില 8 അണയായിരുന്നു. ഗാന്ധി എഴുതുന്നുണ്ട്, ഇത് 4 അണയായാൽ 4 അണയ്ക്കുള്ള മൂല്യമേ ഉള്ളൂ എന്ന്. എന്നാൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ വളരെ കൃത്യമായ രീതിയിൽ വിനയപുരസ്സരം മഹാത്മാഗാന്ധിക്ക് മറുപടി കൊടുത്ത് റിപ്ലൈ ടു ദി മഹാത്മ എന്നുള്ളത് ആ ഡോക്യുമെന്റിൽ. ഗാന്ധി കരുതിയതുപോലെ പെട്ടെന്ന് അംബേദ്കർ ചരിത്രത്തിന്റെ യവനികൾക്ക് പിന്നിലേക്ക് തള്ളപ്പെടുകയില്ല. ഗാന്ധിയും അംബേദ്കറും പരസ്പരം ബഹുമാനിച്ചിരുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ചർച്ചകളും ഉണ്ടായിരുന്നുവെങ്കിലും ബഹുമാനത്തിന്റെ സീമകൾ ലംഘിക്കപ്പെട്ടില്ല. സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ സീമകൾ ലംഘിക്കപ്പെട്ടിരുന്നില്ല. അംബേദ്കർ എന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുക അദ്ദേഹത്തിന്റെ ബൃഹത്തും മഹത്തുമായ ദാർശനിക സംഭാവനകളുടെ പേരിലാണ്. ഗാന്ധി ഏറ്റവും മഹാനായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയാണ്. മാനവികതയുടെ വക്താവാണ്. ലോക മാനവികതയുടെ അപ്പോസ്തലനാണ് മഹാത്മാഗാന്ധി. പക്ഷെ ഗാന്ധിജിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ചിന്തകനും പോരാളിയുമായിരുന്നു ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. അത് ഭരണകൂടാധിഷ്ഠിതമായ ജനാധിപത്യ നീതിബോധത്തിന്റെ രാഷ്ട്രസങ്കല്പമാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംവാദങ്ങളാണ് ഗാന്ധിജിയും അംബേദ്കറും നടന്നത്. അതിലേറ്റവും കൗതുകകരമായിട്ടുള്ള സംഭവം, ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരാൾ പോലും അംബേദ്കറുമായി ഇത്തരം തുറന്ന ചർച്ചകൾക്ക് തയ്യാറായിരുന്നില്ല. അങ്ങനെയുള്ള ചർച്ചകളിലാണ് അംബേദ്കർ ഗാന്ധിജിയോട് പറയുന്നത്, ഇതെന്റെ ജന്മനാടാണെന്ന് അങ്ങ് സൂചിപ്പിക്കുന്നു. എന്നാൽ ഞാൻ ആവർത്തിക്കുന്നു, ഈ നാട് എനിക്ക് അന്യമാണ്. മൃഗങ്ങളോട് പെരുമാറുന്നതിനേക്കാൾ ഹീനമായിട്ടല്ലേ എന്നെ പോലെയുള്ള ജനങ്ങളോട് ഇവിടുത്തെ സവർണരും ജാതി ഹിന്ദുക്കളും പെരുമാറുന്നത്, ഭരണാധികാരികളും പെരുമാറുന്നത്? അങ്ങനെയുള്ളൊരു നാട് എങ്ങനെ എൻ്റെ സ്വന്തമാവും? ആത്മാഭിമാനമുള്ള ഒരു അയിത്തജാതിക്കാരനും ഈ നാടിനെ കുറിച്ച് എങ്ങനെ അഭിമാനം കൊള്ളും? പിന്നീടും അംബേദ്കർ ആവർത്തിക്കുന്നുണ്ട്, അസ്പർശർക്ക് നഷ്ടമായ മനുഷ്യത്വത്തിന്റെ പട്ടയം മഹാത്മാഗാന്ധി അങ്ങക്ക് വീണ്ടെടുത്തു തരാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. സമൂഹത്തിന് മറ്റുള്ളവരോടൊപ്പം നിന്നുകൊണ്ട്
എല്ലാ നീതിയും സാഹോദര്യവും സമത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അന്തസ്സോടെയും ആത്മാഭിമാനത്തെയും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ ഒരു ജനതയ്ക്ക് നഷ്ടമാകുന്നത് അവരുടെ മനുഷ്യത്വത്തിന്റെ പട്ടയമാണ്. ഇത് പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്, നഗ്നതയിലേക്കുള്ള മടക്കയാത്ര എന്ന തെല്ല് സംശയവുമില്ലാതെ അംബേദ്കർ പറഞ്ഞു. ദ ബാക്ക് ടു ദ നേക്കഡ്നെസ്, നഗ്നതയിലേക്കുള്ള മടക്കയാത്ര എന്ന പ്രയോഗം പിൽക്കാലത്ത് പ്രശസ്ത ഇറ്റാലിയൻ തത്വചിന്തകനായ ജോർജിയോ അഗംബൻ മറ്റൊരു സംജ്ഞയായി സ്വീകരിച്ചു. ദിഗംബര ജീവിതം, ദ നേക്കഡ് ലൈഫ്. ആ സംജ്ഞയായി സ്വീകരിച്ചുകൊണ്ട് വിളംബരം ചെയ്യാനിടയായി. മനുഷ്യ ജീവിതത്തിന്റെ പീഡനയെക്കുറിച്ചുള്ള അംബേദ്കറിന്റെ ഉൾക്കാഴ്ചയ്ക്ക് തെളിവായിട്ട് ആ അഗംബന്റെ പ്രഖ്യാപനം പോലും ഒരു ദൃഷ്ടാന്തമാണ്. 133 വർഷം കഴിഞ്ഞു അംബേദ്കറുടെ ജനനം കഴിഞ്ഞു. ദളിത് ആദിവാസി വിഭാഗത്തിന്റെ ജീവിതം ഇപ്പോഴും വലിയ മാറ്റമില്ലാതെ ദിഗംബര ജീവിതമായിട്ട് തന്നെ ഇപ്പോഴും തുടരുന്നു. അവർക്ക് വെള്ളം കുടിക്കാൻ ശുദ്ധജലമില്ല, കയറിക്കിടക്കാൻ പാർപ്പിടമില്ല, ശൗചാലയങ്ങളില്ല, പോഷകാഹാരങ്ങളുള്ള ഭക്ഷണമില്ല. എന്തിന് ഭക്ഷണം പോലുമില്ല പലർക്കും. ഒന്നുമില്ലാത്തവരായിട്ട് കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗം സ്വാതന്ത്ര്യം 76 വയസ്സ് പിന്നിടുമ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജീവിക്കുന്നു. മനുഷ്യന്റെ മലം തലയിൽ ചുമന്നു കൊണ്ടുപോകുന്ന ആത്മീക വിഭാഗം പോലും ഇന്ത്യയിലുണ്ട്. അവരുടെ ഇടയിലാണ് മഹാത്മാഗാന്ധി 5-6 മാസം താമസിച്ചത്, കക്കൂസുകൾ വൃത്തിയാക്കിക്കൊണ്ട്. അംബേദ്കർ അവർക്ക് വേണ്ടിയിട്ടാണ് പോരാട്ടം നടത്തിയത്. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം കഴിഞ്ഞിട്ടുള്ള അവസരത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഡോക്ടർ അമർത്യ സെന്നിന്റെ പുസ്തകങ്ങളിൽ പറയുന്നത് പോലെ എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് ജനാധിപത്യം? ഇന്ത്യൻ ജനതയിൽ 10-28% പേർക്കും ഒരു നേരത്തെ ഭക്ഷണമുള്ളപ്പോൾ, ശുദ്ധജലം കിട്ടാതെയാവുമ്പോൾ, ആവശ്യമായിട്ടുള്ള മരുന്നുകളില്ലാത്ത സമൂഹത്തിൽ, പാർപ്പിടമില്ലാത്ത സമൂഹത്തിൽ ഏത് ജനാധിപത്യത്തെക്കുറിച്ചാണ്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് സാമ്പത്തിക വിശാരദൻ എഴുതുന്നുണ്ട്. ഒരു കഥാകാരനായ ഗുജറാത്തി എഴുത്തുകാരൻ ദൽപത് ചൗഹാന്റെ ഭവനം എന്നുള്ളൊരു കഥയുണ്ട്. അതിൽ ഇഷ്ടികകൾ കൊണ്ട് വീട് വയ്ക്കുവാൻ വേണ്ടി പഞ്ചായത്ത് സമിതിയുടെ മുന്നിൽ അപേക്ഷ നൽകിയപ്പോൾ ആ പഞ്ചായത്ത് സമിതി അധികൃതർ ഈ ദളിത് മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇഷ്ടികകൾ കൊണ്ട് വീട് വെച്ചാൽ ഞങ്ങളൊക്കെ പിന്നെ പൊന്നുകൊണ്ട് വീട് വെക്കണ്ടേ എന്നുള്ളത്. അത്രമാത്രം പുച്ഛമാണ്, അവഗണനയാണ് ഇന്നും ഇന്ത്യൻ വരേണ്യവർഗത്തിന് ദളിത് ആദിവാസി വിഭാഗത്തിനോട്. ആ ചോദ്യം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അംബേദ്കറുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാത്ത ചുവർ ചിത്രങ്ങളില്ല ദളിത് വിഭാഗത്തിന്റെ വീട്ടിൽ. അംബേദ്കർ പ്രതിമ പ്രതിഷ്ഠിക്കപ്പെടാത്ത ഗ്രാമങ്ങളില്ല ഇന്നും ഇന്ത്യയിൽ. ദരിദ്ര ജനവിഭാഗങ്ങളുടെയും ഗ്രാമീണ ഭാരതത്തിന്റെയും അപ്പോസ്തലനാണ് ബാബാ സാഹിബ് അംബേദ്കർ. എന്നാൽ മുഖ്യധാര സമൂഹത്തിനും രാഷ്ട്രീയത്തിനും അംബേദ്കറെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് തന്നെ അവർക്ക് അവഗണിക്കാനും വയ്യ, തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ. ജാതി വ്യവസ്ഥ മിക്കവാറും രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളെപ്പോലും കീഴടക്കുമ്പോൾ, സംഘപരിവാർ ശക്തികളുടെ ഏറ്റവും മൃഗീയമായിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥതയുടെ സിദ്ധാന്തം മറ്റ് പലരങ്ങളിലേക്കും വ്യാപിക്കുമ്പോൾ അംബേദ്കറാണ് രക്ഷയ്ക്കെത്തുന്നത്. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ട് അവർ അദ്ദേഹത്തിനെ നിരസിക്കുന്നു. ജാതി മത സമ്പ്രദായവും അതിനെ ബീജാപാപം ചെയ്ത മത സാംസ്കാരിക സാഹചര്യങ്ങളും അവയ്ക്കുള്ള പരിഹാരവും ആണ് അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതത്തിനെ നിർവചിച്ചിട്ടുള്ള ഘടകം. ജാതി ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്പബ്ലിക്കാണ് ഇത് എന്ന് എഴുതേണ്ടി വന്നു. അസ്പർശ്യരുടെ മേൽ ജാതി ഹിന്ദുക്കളുടെ സാമ്രാജ്യമായി തീർന്നല്ലോ ഈ റിപ്പബ്ലിക് എന്ന് പറയേണ്ടി വന്നു. ഭരണഘടനാ പ്രസംഗം അവതരിപ്പിച്ച് 1949 നവംബർ മാസത്തിൽ ആ പ്രസംഗം അവസാനിച്ച് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലിരുന്ന ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സർദാർ പട്ടേൽ, രാജഗോപാലാചാരി, മൗലാന ആസാദ് തുടങ്ങിയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ അധികായന്മാരായ നേതാക്കന്മാരിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ
അംബേദ്കർ പ്രസംഗം അവസാനിച്ച് ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ജവഹർലാൽ, ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥപൂർണത കൈവരണമെങ്കിൽ സാമ്പത്തിക സമത്വം വേണം, സാമൂഹിക സമത്വം വേണം. പൊളിറ്റിക്കൽ ഡെമോക്രസി മസ്റ്റ് ബി ഫോളോഡ് ബൈ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി. അതിന്നും നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ജാതി വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിക്കുമ്പോൾ അംബേദ്കറുടെ നിരീക്ഷണം പിന്നെയും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഹിന്ദു വിഭാഗത്തിന് തെറ്റുകളും ശരികളും, നല്ലതിനെയും ചീത്തയെയും, സന്മാർഗത്തെയും അസന്മാർഗത്തെയും തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. പക്ഷേ ഹിന്ദു വിഭാഗത്തിന്റെ ജാതി ഹിന്ദുക്കളുടെ കുഴപ്പം മറ്റുള്ളവരോട് ധാർമ്മിക ബാധ്യതാ ബോധം ചില വർഗങ്ങളിലേക്ക് മാത്രമായി അവർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഐത്തോച്ചാടനത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ തടസ്സം ഈ ധർമാധർമ്മബോധവും മനസ്സാക്ഷിയില്ലായ്മയുമാണ്. ഈ വിശകലനം ഓർമ്മപ്പെടുത്തുന്നത് ബിനാലിറ്റി ഓഫ് ഈവിൾ എന്ന ഹന്ന ഹാരന്റിന്റെ പ്രയോഗമാണ്. ചിന്താശേഷി നഷ്ടപ്പെട്ട മനുഷ്യരുടെ പ്രത്യേകതയായിട്ടാണ് ഹന്ന ഹാരന്റ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അനീതിക്കെതിരെ ശബ്ദമുണ്ടാക്കാത്തത് ചിന്താശേഷിയില്ലാത്തത് കൊണ്ടാണെന്ന് അവർ പറയുന്നു. ചിന്താശേഷിയില്ലാത്ത സമൂഹത്തിൽ ഫാസിസമേ വളരുകയുള്ളൂ, ജനാധിപത്യം വളരുകയില്ല. അതാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളിന്റെ അല്ലെങ്കിൽ ഒരു ഇരയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അയാളുടെ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കാനാവാത്തൊരവസ്ഥ സംജാതമായി നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ പല രാജ്യങ്ങളിലും. അപ്പൊ അസന്നിഗ്ധമായ നിലപാടുകൾ മനുഷ്യമോചനത്തിന് വേണ്ടി മുന്നോട്ട് വെച്ചപ്പോൾ ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രത്തിന്റെ ഐതിഹ്യങ്ങളെയും കെട്ടുകഥകളെയും ചിത്പവൻ ബ്രാഹ്മണത്തിന്റെ ഏറ്റവും കപടമായിട്ടുള്ള ചിന്താധാരകളെയും അംബേദ്കർ സധൈര്യം എതിർത്തു. RSS എപ്പോഴും ചിത്പവൻ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ ആധിപത്യം നിലനിൽക്കുന്ന സംഘടനയാണ്. കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചും കാണാം, പരശുരാമൻ കൊങ്കൺ തീരത്ത് തപസ്സിരിക്കുന്ന സമയത്ത്, ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അറബിക്കടലിൽ വന്നടിഞ്ഞ മൃതദേഹങ്ങളെ എടുത്തുകൊണ്ട് അദ്ദേഹം സംസ്കരിച്ചു ചിതയിൽ വെച്ച്. ആ സംസ്കരിച്ചവരെയാണ് ചിത്പവൻ എന്ന് പറയുന്നത്, അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ടവർ. അവരാണ് പിന്നീട് ചിത്പവൻ ബ്രാഹ്മണന്മാരായിട്ട് അവിടെ നിന്ന് കുടിയേറി പൂനെയിൽ വരെ എത്തുന്നത് മറാഠ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ. ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്, അവരെഴുതി വെച്ചിട്ടുള്ള ഐതിഹ്യങ്ങൾ. അവരാണ് മറാഠ സാമ്രാജ്യത്തിൽ ഛത്രപതി ശിവജിയുടെ ശേഷം അധികാരത്തിലേറിയിട്ടുള്ള ശിവജിയുടെ മകന്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ പേഷവയാകുന്നത് ഈ ചിത്പവൻ ബ്രാഹ്മണനാണ്, ബൽരാജ് മഠ്. അപ്പോൾ അധികാരവും സമ്പത്തും തങ്ങളുടെ കൈപ്പടിയിൽ ഒതുക്കി ചിത്പവൻ ബ്രാഹ്മണന്മാർ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളം. അങ്ങനെയാണ് പൂനെയിലെ ഗോരോഗാവൻ പ്രദേശത്ത് നടന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ഇവരും തമ്മിലുള്ള യുദ്ധത്തിൽ പേഷവാമാരായിട്ടുള്ള ഇവർ പരാജയപ്പെടുന്നതും അധികാരവും സമ്പത്തും എല്ലാം നഷ്ടപ്പെടുന്നു. തങ്ങളുടെ അധികാരവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള പകയായിരുന്നു അവർ പിന്നീട് ഈ ജാതി വ്യവസ്ഥതയിലൂടെ പിന്നീടും അവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത്. RSSന്റെ മിക്കവാറും എല്ലാ സർസംഘചാലകന്മാരും ചിത്പവൻ ബ്രാഹ്മണന്മാരാണ്. വംശഹത്യ എന്നുള്ള ആ പദം തന്നെ ഇന്ത്യയുടെ പൗരാണിക ഗ്രന്ഥത്തിൽ ഉപയോഗപ്പെടുന്നത് പരശുരാമനിലൂടെയാണ്. 21 തവണയാണ് ക്ഷത്രിയ കുലത്തിനെ, ആ വംശത്തിനെ ഇല്ലായ്മ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആയുധമായ മഴുവാണ് മുസോളിനിയുടെ ആയുധം. ഇതൊക്കെ ഫാസിസത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നത് ജാതി വ്യവസ്ഥ വ്യാപരിപ്പിക്കാൻ, തങ്ങളാണ് അധിപന്മാർ, തങ്ങളാണ് എല്ലാറ്റിലും കേമന്മാർ എന്നുള്ള പൗരോഹിത്യത്തിന്റെ, സവർണ മേധാവിത്വത്തിന്റെ, മേൽജാതിയുടെ മേൽക്കോയ്മയുടെ അരക്കെട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ പ്രാകൃതമായ ചാതുർവർണ്ണ വ്യവസ്ഥിതിക്കെതിരെ അസംയുക്തമായ നിലപാടെടുത്തുകൊണ്ട് മനുഷ്യമോചനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനെ മുന്നോട്ട് വെച്ച് എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം, രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നുള്ള വാദഗതി മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറെ ഇപ്പോഴും എല്ലാവരും ഒരു പേടി സ്വപ്നമായി കാണുന്നത്. അതുകൊണ്ടാണ് ഫാസിസ്റ്റ് ശക്തികൾ അംബേദ്കറിന് എതിരായിട്ടുള്ള അവഹേളനം നടത്തുന്നത്. ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മഹാത്മാഗാന്ധിജിയുടെ ദർശനങ്ങളിൽ മുഴുകിക്കൊണ്ട് അദ്ദേഹത്തിനെ പിന്തുടരുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സാമൂഹിക മേഖലയിൽ
ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കോടാനു ജനതയിൽ ഏറ്റവും ഭൂരിഭാഗമുള്ള ദളിത് ആദിവാസി വിഭാഗത്തിൻ്റെ, പിന്നോക്ക വിഭാഗത്തിൻ്റെ ജനമോചനത്തിൻ്റെ അസന്നിഗ്ധമായിട്ടുള്ള പടനായകനായിട്ട് ലോകം വാഴ്ത്തുന്ന ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിനെ അവഗണിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കണം, അംബേദ്കർ അംബേദ്കർ അംബേദ്കർ. അതാണ് ഇന്ത്യയുടെ മുദ്രാവാക്യമാകേണ്ടത്. ആ അംബേദ്കറിസം, ഗാന്ധിസം ഇതിൻ്റെയൊക്കെ സമന്വയമാണ് രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് മാർക്സിസവും ഗാന്ധിസവും അംബേദ്കറിസത്തിൻ്റെയും ഉജ്ജ്വല മാനവിക ദർശനത്തിൻ്റെ സമന്വയത്തിലൂടെ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ അതാണ് ഫാസിസത്തിനെതിരായിട്ടുള്ള പടകധ്വനി മുഴക്കിക്കൊണ്ടുള്ള ശംഖനാദമായിട്ട് മാറിക്കൊണ്ട് വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ചൈതന്യവത്തായിട്ടുള്ള പ്രസ്ഥാനമായിട്ട് മാറാൻ സാധിക്കുക. ആ പോരാട്ടത്തിനാണ് ഈ കാലയളവിൽ നമ്മൾ ഇനിയുള്ള കാലങ്ങളിലും പരിശ്രമിക്കേണ്ടതും അതിൻ്റെ ചാലകശക്തികളായിട്ട് മാറേണ്ടതും. മനുഷ്യ ജീവിതത്തിൻ്റെ സർഗാത്മകതയെ അതിനർഗളമായി പുറത്തേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ കണ്ടെത്താനുള്ള മാനവികതയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം. അതാണ് ബാബാ സാഹിബ് അംബേദ്കർ ലോകത്തോട് പറഞ്ഞത്. ആ ദർശനം നമ്മളെ നയിക്കട്ടെ. അംബേദ്കർ സിദ്ധാന്തങ്ങളും രാഷ്ട്രപിതാവിൻ്റെ സിദ്ധാന്തങ്ങളും മാനവികതയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കാം. അതായിരിക്കണം നമ്മുടെ ശ്രമത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ലക്ഷ്യം.